ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് സിമ്പിളായിട്ടൊരു പോസ്റ്റർ എഡിറ്റ് നിങ്ങളുടെ ഫോണിൽ വെച്ചിട്ട് എഡിറ്റ് ചെയ്തെടുക്കാമെന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിന് നിങ്ങൾ നല്ല സപ്പോർട്ട് തന്നതിന് ഒരു ബിഗ് താങ്ക്സ് ഞാൻ പറയുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലത്തെ DP എഡിറ്റ് എങ്ങനെയാണ് സിമ്പിളായിട്ട് നമ്മുടെ ഫോണിൽ പിക്സാർട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വഴി എഡിറ്റ് ചെയ്തെടുക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ അടിയിൽ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് അമർത്തിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണം. അതിനുശേഷം ക്രോപ്പിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് സ്ക്വയർ എന്ന് പറഞ്ഞ റേഷ്യോ സെലക്ട് ചെയ്യണം. ഇനി നിങ്ങളുടെ ക്യാരക്ടറിൻ്റെ ഇമേജ് ഒന്ന് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആഡ് ചെയ്ത ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ വേണ്ട സൈസിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പ്രൊഫൈൽ ഇടുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോയുടെ റേഷ്യോ റൗണ്ടായിട്ട് മാറും. അപ്പോൾ ആ റൗണ്ടിൻ്റെ ഉള്ളിൽ നമ്മുടെ ഫോട്ടോ കറക്റ്റായിട്ട് ഫിറ്റ് ആവണ്ടോ എന്ന് അറിയാനായിട്ട് ഞാൻ ചെയ്യണ പോലെ ചെയ്താൽ മതി. ഫോട്ടോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിനി ആ ക്യാരക്ടറിൻ്റെ ബാക്കിൽ വരുന്ന ഓരോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിൻ്റെ ലോഗോ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഈ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ലോഗോ ആണ്. അപ്പോൾ ഇത് നമ്മളിതാ ഈ ഒരു സൈഡിലായിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. ഒരെണ്ണം ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോട്ടോയിൽ കൊടുത്തിരിക്കുന്ന ഓരോ പ്ലേസിലും ഓരോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിൻ്റെ ലോഗോ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ ഗൈസ്, അങ്ങനെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിൻ്റെ ലോഗോ ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ക്യാരക്ടറിൻ്റെ ഇമേജിൻ്റെ സാച്ചുറേഷൻ നമ്മൾ കുറച്ച് കൊടുക്കണം. ഫുള്ളായിട്ട് കുറക്കരുത്. നിങ്ങൾക്ക് എത്ര വേണം അത്രയും കുറച്ചാൽ മതി. ചെറിയൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഫക്റ്റ് കൊടുക്കാനായിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഗൈസ്, ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കേഴ്സ് ഓപ്ഷനിൽ നിന്ന് ഒരു ബ്ലൂ ലൈറ്റ് ഇമ്പോർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് മാച്ച് ആക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഹ്യൂ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അതിനുശേഷം ഇതിങ്ങനെ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ക്യാരക്ടറിൻ്റെ ഒരു ഫേസിൻ്റെ സൈഡിലായിട്ട് ഒരു ലൈറ്റ് റിഫ്ലക്ഷൻ പോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്നിട്ട് ഒപ്പാസിറ്റി കുറച്ച് കൊടുക്കണം. നമുക്ക് ചെറിയ രീതിയിൽ കണ്ടാൽ മതി, അതിനാണ് നമ്മൾ ഒപ്പാസിറ്റി കുറക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ബ്ലെൻഡിൽ പോയിട്ട് ഓവർലേ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പോകുന്നത് ആ ഒരു ക്യാരക്ടറിൻ്റെ പുറകിലായിട്ട് ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിനി ആ ടെക്സ്റ്റ് എങ്ങനെ ആഡ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. അത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ക്യാരക്ടറിന് ഒരു ഷാഡോ ആഡ് ചെയ്ത് കൊടുക്കണേ. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പം നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോവുകയാണ്. ടെക്സ്റ്റ് നിങ്ങൾക്ക് ഏത് ടെക്സ്റ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ നെയിം തന്നെയാണ് കൊടുക്കുന്നത്. ആ ഒരു ടെക്സ്റ്റ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്യാരക്ടറിൻ്റെ ബാക്കിൽ തന്നെ രീതിയിൽ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആഡ് ചെയ്തേക്കണ എല്ലാ ലെയറിൻ്റെയും ബാക്കിൽ തന്നെ രീതിയിലാക്കണം. അപ്പോൾ നമ്മൾ ആ ഒരു ടെക്സ്റ്റിൽ ടാപ്പ് ചെയ്തിട്ട് ഡൗൺ എന്നുള്ള ഒരു ബട്ടൺ ഉണ്ടാവും. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് ലാസ്റ്റ് ഏറ്റവും അടിയിലേക്ക് അത് പോകും. ഇനി നമ്മൾ ഈ ഒരു ടെക്സ്റ്റിലേക്ക് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് ആഡ് ചെയ്യാൻ പോവാണ്.
അപ്പോൾ അതിനായിട്ട് നമ്മൾ താഴത്തെ ടൂൾ ബോക്സിൽ തന്നെ ഉണ്ട്, നമ്മൾ കുറച്ച് സ്ലൈഡ് ചെയ്താൽ കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് ഇതാ ഈ ഒരു എഫക്റ്റാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങളത് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതും ഓപ്ഷണലാണ്. ഇത് പിക്സാർട്ടിൻ്റെ പ്രോയിൽ മാത്രമാണ് വരുള്ളൂ. നിങ്ങൾക്ക് ഇനി പ്രോ ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാ രീതിയിൽ കൊടുത്താലും മതി, വേറെ കുഴപ്പമില്ല. ഇനി നിങ്ങൾ സ്റ്റിക്കേഴ്സ് ഓപ്ഷനിൽ പോയിട്ട് വിഗ്നെറ്റിന്ന് സെർച്ച് ചെയ്യുക. ഇത് നമ്മുടെ PFPയുടെ അടിഭാഗത്തായിട്ട് ഒരു ബ്ലാക്ക് എഫക്റ്റ് കിട്ടാനായിട്ടാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഇത് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ പോവുക. അതിന് മുമ്പ് നിങ്ങളിത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. നമുക്ക് ചെറിയൊരു രീതിയിൽ ഈ ഒരു ബ്ലാക്ക് എഫക്റ്റ് കിട്ടിയാൽ മതി. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ വിഗ്നെറ്റ് സെലക്ട് ചെയ്തിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ കോൺട്രാസ്റ്റ് +100 ആക്കി കൊടുക്കുക. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ഈ ഒരു എഡിറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. ഗൈസ്, പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്പും പിന്നെ ഈ ഫോട്ടോയിൽ ഉപയോഗിച്ചിരിക്കുന്ന എലമെൻറ്റ്സും PNGസും ഓവർലേസും ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി. ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഗൈസ്, അപ്പോൾ ഇതേപോലത്തെ യൂസ്ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി വെക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ട്യൂട്ടോറിയൽ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.